അയാൾ തലയാട്ടിയതും അവൾ അവിടേക്ക് ചെന്ന് അവരവൾ അടുത്തിരുത്തി തലയിൽ തലോടി. ആ നന്ദ, ഇവരെയൊന്നും പരിചയപ്പെടുത്തില്ലല്ലോ അല്ലേ? ദേ, ഇതെന്റെ ഭാര്യ ദേവകി, പിന്നെ ഇത് മൂത്തമകൾ ഐശ്വര്യ, ഇതവളുടെ ഭർത്താവ് അർജുൻ, ബാങ്ക് മാനേജറാണ് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ഇളയ മക അലോക്, ബിസിനസ് എല്ലാം നോക്കി നടത്തുന്ന ഇവനാ. അല്ല, മോളെന്താ ചെയ്യണിപ്പോ? ആ അമ്മയുടെ തലയിൽ തലോടി. അവളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക, PGക്ക് പോകണമെന്നാ മോളുടെ ആഗ്രഹം. നന്ദൻ പറഞ്ഞു. അയ്യോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അവൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടി. അത് നോക്കി എല്ലാവരും ചിരിച്ചു. ഞാൻ കൂടി ചെല്ലാം. ഐശ്വര്യ അങ്ങോട്ട് നടന്നു. ബാല ഒരുപാട് സംസാരിക്കില്ലാന്ന് തോന്നുന്നു. അവൾക്കടുത്തേക്ക് വന്ന് നിന്നോണ്ട് ഐശ്വര്യ പറഞ്ഞു. അതിന് തിരികെ ഒരു പുഞ്ചിരിയാണ് ബാല കൊടുത്ത്. എന്തോ അവിടെ ആ നിഷ്കളങ്കത ഐശ്വര്യക്ക് ഒത്തിരി ഇഷ്ടമായി. ആ നന്ദ, ഞങ്ങൾ വന്ന് വേറെ കാര്യം കൂടി പറയാനാണ് കേട്ടോ. ദേവയ്ക്ക് തുടക്കമിട്ടു. അയാൾ അവരെ സംശയത്തോടു കൂടി നോക്കി. ബാലയും. ഞങ്ങൾ വന്നൊരു വിവാഹാലോചനയും കണ്ട. അല്ലുവിന് വേണ്ടി ബാലമോളെ ഞങ്ങൾക്ക് തന്നേക്കാമോ? അത് കേട്ടോ നന്ദന്റെ മുഖം തെളിഞ്ഞു. എന്നാൽ ബാലയുടെ മനസ്സിൽ എന്താണെന്ന് അവൾക്ക് പോലും മനസ്സിലായില്ല. അലോക് തല ഉയർത്തി അവളെ നോക്കി. എങ്കിൽ ഞാൻ ശ്രീയോടും സംസാരിച്ചോട്ടെ? ശ്രീ എന്ന് കേട്ടതും എല്ലാവരും സംശയത്തോടെ അവനെ നോക്കി. അപ്പോഴാണ് അവന്റെ കണ്ണുകൾ ബാലയിലാണെന്ന് എല്ലാവർക്കും മനസ്സിലായത്. അവനുദ്ദേശിച്ച ബാലയാണ് കേട്ടോ. അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചിരി മറ്റുള്ളവരിലേക്കും പടർന്നു. ചെല്ലു മോളെ, നന്ദൻ ബാലയോട് പറഞ്ഞു. അവളെ ഒന്ന് നോക്കി അലോക് മുന്നേ നടന്നു. പുറകെ ബാലയും. തനിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ബാല എങ്ങനെയൊക്കെയോ പറഞ്ഞു. ഏയ്, താനിങ്ങനെ നെർവസാവണ്ട. എന്തോ തനിക്ക് താല്പര്യമില്ലെന്ന് തോന്നി. അവൾ അവനെ നോക്കി. എന്താണെങ്കിലും പറയണം. എന്താ, തനിക്ക് ആരുടെങ്കിലും അഫയർ ഉണ്ടോ? എന്തോ അത് ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഒന്ന് പതറി. അവളുടെ മൗനം അവനെ കൂടുതൽ സംഘർഷത്തിലാക്കി. ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അവളുടെ മറുപടിയിൽ അവൻ നെറ്റി വിളിച്ചു. പിന്നീട് അവൾ പറഞ്ഞു. തൻ്റെ എല്ലാമായവനും തൻ്റെ ഉറ്റ സുഹൃത്തും മനോഹരമായി തന്നെ വഞ്ചിച്ച കഥ. എന്നാൽ ആ കഥ അലോകിന് കൂടുതൽ സന്തോഷമുണ്ടാക്കി. അപ്പോൾ ഇപ്പം അഫയർ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് തനിക്ക് വിവാഹത്തിന് സമ്മതിച്ചുകൂടെ? അത് പിന്നെ എനിക്ക് സമയം വേണം. എത്ര സമയം വേണമെങ്കിലും എടുത്തോ, പക്ഷെ തൻ്റെ കഴുത്തിൽ എൻ്റെ പേരുള്ള താലി വീണതിന് ശേഷം മാത്രം. സെറ്റുമുണ്ടും തലയിൽ മുല്ലപ്പൂവും കയ്യിൽ പാലുമായി വിറക്കുന്ന ശരീരത്തോടെ അവൾ ആ വലിയ റൂമിലേക്ക് കടന്നു. ഹാ, ഇരിക്കടോ, താൻ കിടന്നോ, എനിക്ക് കുറച്ച് വർക്ക് തീർക്കാനുണ്ട്. അവൻ അവളോട് പറഞ്ഞ് ലാപ്പുമായി ബാൽക്കണിയിലേക്ക് പോകുന്നു. അവൾ നോക്കി നിന്നു. പിന്നീട് ആ വലിയ ബെഡിൽ ഒരു ഓരം ചേർന്ന് കിടന്നു. ഇന്നേക്ക് വിവാഹം കഴിഞ്ഞിട്ട് 1 മാസമാവുന്നു. ലോകേട്ടൻ ഇപ്പോൾ തനിക്ക് നല്ലൊരു സുഹൃത്താണ്. തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു തരുന്ന ആള്. ഇതുവരെ ഭർത്താവെന്ന അധികാരത്തോടു കൂടി തന്നോട് പെരുമാറിയിട്ടില്ലെന്ന് അവളൊരു പുഞ്ചിരിയോടുകൂടി ഓർത്തു. അവൾക്ക് അവനെ കാണാൻ തോന്നി. സ്റ്റെപ്പുകൾ കയറി ഓടി മുറിയിൽ കയറി തൻ്റെ ഫോൺ എടുത്തു. അവന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ കുതിച്ചു വരുന്ന നെഞ്ചിരിപ്പിനെ വരുതിയിലാക്കാൻ അവൾ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. കോൾ അറ്റൻഡ് ആയത് അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടരുന്നു, ചുണ്ടിൽ പുഞ്ചിരി തെളിയുന്നു. അവൾ നോക്കി നിന്നു. ശ്രീ, എന്താണോ ഇപ്പോൾ ഒരു ഫോൺ വിളി? അവൻ ആകുലതയോടുകൂടി ചോദിച്ചു. അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അല്ല, വൈകിട്ട് നേരത്തെ വരുന്നറിയാൻ വിളിച്ച? അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞൊപ്പിച്ചു. നേരത്തെ വന്നിട്ട്? ഒരു കള്ളച്ചിരിയോടെ അവൻ അവളോട് ചോദിച്ചു. എന്തോ അവളുടെ മാറ്റങ്ങൾ അവന് മനസ്സിലാക്കിയിരിക്കുക. ചുവന്ന് കയറിയ മുഖം മറക്കാൻ അവൾ വേഗം കോള് കട്ട് ചെയ്തിരുന്നു. തൻ്റെ പ്രാണനെ കാണാൻ കാറിൽ വരുമ്പോൾ കാറിന് വേഗത പോരായെന്ന് പോലും അവന് തോന്നിപ്പോയി. അവൻ ആലോചിക്കുകയായിരുന്നു. ആദ്യമായി അവളെ കണ്ടപ്പോൾ തെളിഞ്ഞെന്ന നിഷ്കളങ്കതയായിരുന്നു തന്നെ കൂടുതൽ അവളിലേക്ക് അടുപ്പിച്ച്. എന്നാൽ പിന്നീട് തൻ്റെ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വിങ്ങുന്ന മനസ്സിന് സാന്ത്വനമേകാൻ അപ്പോൾ അവന് തോന്നി. തുളസിപ്പൂവിൻ്റെ നൈർമല്യമുള്ള ഒരു പൊട്ടിപ്പെണ്ണ്, അതായിരുന്നു അവൾ, തൻ്റെ പെണ്ണ്. വീട്ടിലേക്ക് ആറ് കയറിയതും അച്ഛനും അമ്മയും എവിടെയോ പോവാൻ നിൽക്കുന്നത് കണ്ടു. അല്ലു, നീ വന്നോ? ഞങ്ങൾ തറവാടിനൊന്ന് പോവാ. മോള് തനിച്ചായതുകൊണ്ട് നീ വരാൻ കാത്തിരിക്കായിരുന്നു. അവൻ തലകുലുക്കി. വാതിൽക്കൽ നിൽക്കുന്നവളെ നോക്കി. അവരുടെ കാർ ഗേറ്റ് കടന്നു. അലോക് ഒരു കള്ളച്ചിരിയോടെ അവൾക്കരികിലേക്ക് ചെന്നു. എന്നാൽ അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് തന്നെയായിരുന്നു. എന്താണ് ഭാര്യ, ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നത്? അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. അവൾ ഉടനെ അകത്തേക്ക് പോകാൻ നോക്കി. എന്നാൽ അതിന് സമ്മതിക്കാതെ അവൻ അവളോട് ചേർന്ന് നിന്നു. അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവളിലേക്ക് മുഖം അടുപ്പിച്ചു. തൻ്റെ ചുണ്ടുകളെ സ്വീകരിക്കാനായി വിടർന്നിൽക്കുന്ന ആ ചുണ്ടുകളിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ ചുണ്ടുകൾ പതിപ്പിച്ചിരുന്നു. മേൽ ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണയുമ്പോൾ അവളിൽ നിന്ന് കേൾക്കുന്ന കുറുകലും മൂളലുകളും അവന് മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചിരുന്നു. ഡോറടച്ച് അവളെ കോരിയെടുത്ത് മുറിയിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ തൻ്റെ നെഞ്ചിൽ പതുങ്ങിയിരിക്കുന്ന തൻ്റെ സ്ത്രീയിൽ മാത്രമായിരുന്നു. ബെഡിൽ കിടത്തി അവൻ ഉയർന്നു പൊങ്ങിയതും അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് അവളിലേക്ക് അടുപ്പിച്ചിരുന്നു. അത്ഭുതത്തോടെ നോക്കുന്ന അവൻ്റെ ചുണ്ടുകളിലേക്ക് അവൾ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് മാറി മാറി നുണഞ്ഞു. അവൾക്ക് വിധേയനായി അവൻ കിടന്നു കൊടുക്കുമ്പോൾ
അവൻ അവളിൽ കണ്ടത് പ്രണയമായിരുന്നു. അതെ, ഇന്ന് ഇവനാണ് തൻ്റെ പ്രാണൻ, തൻ്റെ താലിയുടെ അവകാശി, തൻ്റെ മനസ്സിൻ്റെ അവകാശി, ഇന്ന് തൻ്റെ ശരീരത്തിൻ്റെ അവകാശി. അവളിലൊരു പുഞ്ചിരി തെളിഞ്ഞു, പ്രണയത്തിൻ്റെ ആ പുഞ്ചിരി മാത്രം മതിയായിരുന്നു അവന് വീണ്ടും അവളിലേക്ക് പടർന്നു കയറാനുള്ള അടങ്ങാത്ത ആവേശത്തിനായി. എന്നാൽ ഈ സമയം ടി വിയിലെ ന്യൂസ് ചാനലിൽ മറ്റൊരു വാർത്തയായിരുന്നു പടർന്നു നിന്നത്. ഹോട്ടൽ മുറിയിൽ നിന്നും ദമ്പതികളെ പിടികൂടി. ഹണി ട്രാപ്പിലൂടെ പല പ്രമുഖരെയും ഇവർ വരയിലാക്കിയെന്നതാണ് പരാതി. മറ്റു പലരോടൊപ്പം ഭാര്യയെ പങ്കുവച്ചതായും സംശയിക്കുന്നു. മുഖം കുനിച്ച് ക്യാമറ കണ്ണുകൾക്കിടയിലൂടെ നടക്കുമ്പോഴും അവരിൽ തെളിഞ്ഞു നിന്നത് അന്ന് ഇതുപോലെ തലകുനിച്ചിടറിയ കാലടികളോടെ നടന്നുപോയ ഒരു നിഷ്കളങ്കമായ പെണ്ണിന്റെ മുഖമായിരുന്നു.